എറണാകുളം വൈറ്റിലയിൽ വൻ രാസലഹരി വേട്ട 281 ഗ്രാം MDMA-യുമായി പെൺകുട്ടി ഉൾപ്പെടെ 4 പേർ പിടിയിലായി. ഡൽഹിയിൽ നിന്ന് റോഡ് മാർഗമാണ് ലഹരി കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. സ്ത്രീകളെ ഉപയോഗിച്ച് ലഹരി കടത്ത് നടത്തുന്ന സംഘമാണ് ലഹരി കടത്തിനു പിന്നിൽ എന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. മൊത്തം 4 പ്രതികളെ ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും 6 മൊബൈലുകളും 69,500 രൂപയും കണ്ടെടുത്തിട്ടുള്ളതാണ്. ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതി വേറെ 2 NDPS കേസിൽ മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതിൽ ഒരു കേസ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ്, ഒരെണ്ണം പോലീസിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിൽ പ്രതിയാണ്. ഈ വരുൺ ദേവ് എന്ന് പറയുന്ന ആളുടെ പേരിൽ വേറെ കേസുകളൊന്നുമില്ല. ഒരു 307 കേസ് ഉണ്ടെന്ന് പറയുന്നു. സ്ത്രീകളെ ഉപയോഗിച്ചാണ് ഡൽഹിയിൽ ഈ താർ ജീപ്പിൽ പോയിട്ട് സ്ത്രീകളെ ഉപയോഗിച്ച് സ്ത്രീകളെ കൊണ്ട് ക്യാരിയറായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് റീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. ജോയ്മോൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. ജോയ്മോൻ, ഓണക്കാലത്തും എക്സൈസും പോലീസും അതിശക്തമായി ഈ ലഹരി പരിശോധന തുടരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ആനന്ദ്, ഓണക്കാലത്തിനോടനുബന്ധിച്ച് വലിയ തോതിൽ രാസലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ഈ തുടർച്ചയായി പലയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി വൈറ്റിലയിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ 2 പേർ ആദ്യം താർ ജീപ്പിൽ, അതായത് ഈ ഡൽഹിയിൽ നിന്ന് റോഡ് മാർഗം കൊച്ചിയിലേക്ക് എത്തിച്ച MDMA, അതായത് 230 ഗ്രാം MDMA വൈറ്റിലയിൽ നിന്ന് പിടികൂടിയിരുന്നു. അതിന് മുന്നോടിയായി തന്നെ ഇന്ന് രാവിലെ തന്നെ ആയാലും കലൂരിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് കലൂരിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്ന് ഒരു പെൺകുട്ടിയെയും അതോടൊപ്പം തന്നെ മറ്റൊരു യുവാവിനെയും കൂടി അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ എക്സൈസ് സംഘം. ഇവരുടെ പക്കൽ നിന്ന് ഏകദേശം 49 ഗ്രാമോളം MDMA-യും അതോടൊപ്പം തന്നെ കുറച്ച് പണവും കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. ഈ പിടികൂടിയിൽ ഒരാൾ സിദ്ദിഖ് എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ഈ 19കാരിയായ പെൺകുട്ടിയും എറണാകുളം സ്വദേശി തന്നെയാണ്. അപ്പൊ ഇവര് 2 പേരെയും പിടികൂടി ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇത്തരത്തിൽ പത്തനംതിട്ട സ്വദേശിയായ വരുൺ ദേവ് എന്ന് പറയുന്ന ഒരാളും ഇയാൾക്കൊപ്പം മറ്റൊരാളും കൂടി രാസലഹരിയുമായി വൈറ്റില ഭാഗത്തൂടെ പോകുന്നു എന്നുള്ള വിവരം എക്സൈസ് സംഘത്തിൽ ലഭിക്കുന്നത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വിപുലമായ പരിശോധന അതോടൊപ്പം തന്നെ നിരീക്ഷണവും ഈ താർ ജീപ്പിന് മേൽ പോലീസിന്റെ അതോടൊപ്പം തന്നെ എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇവരെ വൈറ്റില ഭാഗത്ത് വെച്ച് എക്സൈസ് സംഘം ഇവർ സഞ്ചരിച്ച താർ ജീപ്പ് ഐഡന്റിഫൈ ചെയ്യുകയും പിന്നാലെ അവരെ പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. ഇവരിൽ നിന്നാണ് 230 ഗ്രാമോളം MDMA പിടികൂടുന്നത്. ഇവർ 2 പേരും വലിയൊരു ഈ ലഹരി ശൃംഖലയിലെ കണ്ണികൾ എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. കാരണം വിശദമായ പരിശോധന അതോടൊപ്പം തന്നെ തുടർ അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ട്. കാരണം ഇവർക്ക് പിന്നിലുള്ള ലഹരി മാഫിയ സ്ത്രീകളെ മറയാക്കി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് രാസലഹരികൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ പരിശോധന അതോടൊപ്പം തന്നെ അന്വേഷണത്തിലും എക്സൈസിന് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായ അന്വേഷണം ഇതിൽ ആവശ്യമുണ്ട്. കാരണം ഈ പ്രതിയായ, അതായത് 4 സംഘത്തിലെ ഒരാളായ വരുൺ ദേവ് ആണ് ഇത്തരത്തിൽ ഈ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലഹരി എത്തിച്ചുകൊണ്ടിരിക്കുന്നതിലെ പ്രധാന കണ്ണി. അപ്പോൾ ഇയാളെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി എക്സൈസിന്റെയും മറ്റും അന്വേഷണം പുരോഗമിക്കുക. എന്തായാലും വലിയ രാസലഹരി വേട്ട തന്നെയാണ് ഇതിലുണ്ടായത്. കാരണം ഓണത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആനന്ദ്.